കൃഷ്ണ എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ 11-ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. അപ്പോൾ ഈ അധ്യായത്തിൽ ആദ്യം തന്നെ ധൃതരാഷ്ട്രൻ തന്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയനോട് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ എന്താണ് സംഭവിച്ചത്, അവിടെ ഒത്തുകൂടിയിട്ടുള്ള സൈനികർ തന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിലാണ് ഭഗവത്ഗീത തന്നെ തുടങ്ങുന്നത്. അപ്പോൾ സഞ്ജയൻ ആദ്യം തന്നെ പറഞ്ഞത് ധൃതരാഷ്ട്രന്റെ പുത്രനായിട്ടുള്ള ദുര്യോധനൻ എന്താണ് ചെയ്തത് എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ദൃഷ്ടദ്യുമ്നൻ ഒരുക്കി നിർത്തിയിട്ടുള്ള പാണ്ഡവ സൈന്യത്തെ കണ്ടയുടനെ ദുര്യോധനൻ തന്റെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യരെ ചെന്ന് കണ്ട് കാര്യത്തിന്റെ ഗൗരവം വിശദീകരിച്ചു. ദുര്യോധനൻ ഭീഷ്മദേവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ ചെയ്യണം. ഭീഷ്മദേവനാണ് നമ്മുടെ സൈന്യത്തെ സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ആദ്യം പാണ്ഡവ സൈന്യത്തെ പരിചയപ്പെടുത്തി. പാണ്ഡവപക്ഷം എത്രത്തോളം ശക്തമാണ്, ശത്രുപക്ഷം എത്രത്തോളം ശക്തമാണ് എന്ന് ദുര്യോധനൻ പറഞ്ഞു കൊടുത്തു. അവിടെ മഹാരഥന്മാരായിട്ടുള്ള സൈനികരുണ്ടായിരുന്നു പാണ്ഡവപക്ഷത്ത്. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാൻ. യുയുധാനൻ സത്യകി, വിരാട രാജാവ് ദ്രുപദൻ, അതേപോലെ മറ്റ് ദൃഷ്ടകേതു ശേകിദാന കാശിരാജശ്ച വീര്യവാൻ ഉരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാഃ. യുധാമന്യു, ഉത്തമോജസ്, പുരുജിത്, കുന്തിഭോജൻ, അതേപോലെ പാഞ്ചാലിയുടെ മക്കൾ, പാഞ്ചാലിയുടെ 5 മക്കൾ, സുഭദ്രയുടെ പുത്രനായിട്ടുള്ള അഭിമന്യു, ഇവരെല്ലാവരും പാണ്ഡവ പക്ഷത്തുള്ള മഹാരഥന്മാരാണ്. എല്ലാവരും വലിയ ശക്തന്മാരാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. അതിനുശേഷം തന്റെ സൈന്യത്തെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു കൗരവ സൈന്യത്തെ ദുര്യോധനൻ പരിചയപ്പെടുത്തി. അസ്മാകം തു വിശിഷ്ടായേ താന്യബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. എന്റെ സൈന്യത്തെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ദ്രോണാചാര്യൻ തന്നെ പറഞ്ഞു. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമ വികർണശ്ച സോമദത്തി തഥൈവച. ദ്രോണാചാര്യൻ, ഭീഷ്മൻ, അതേപോലെ കർണൻ, അശ്വത്ഥാമാവ്, വികർണൻ, ഇങ്ങനെയുള്ള വീരയോദ്ധാക്കളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇനിയും ധാരാളം പേരുണ്ട്, എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. അന്യേച്ച ഭാവശൂര മതത്തെ രക്തജീവിത. ഇനിയും ഒരുപാട് സൈനികരുണ്ട്. അവരെല്ലാവരും സർവേ യുദ്ധവിശാരദ, എല്ലാവരും യുദ്ധത്തിൽ വിശാരദന്മാരാണ്, എക്സ്പേർട്ടാണ്. അവരെല്ലാവരും യുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ളവരാണ്. എല്ലാവരും എൻ്റെ ജീവിതത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. എല്ലാവരും സ്വന്തം ജീവിതം എനിക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളവരാണ് എന്നാണ് ദുര്യോധനൻ പറയുന്നത്. മദർത്തെ രക്തജീവിത നാനാശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദ. അവർക്ക് വ്യത്യസ്ത ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ അറിയാം. അല്ലെ, പല വിധത്തിലുള്ള ആയുധമുറകളും അവർക്ക് അറിയാവുന്നതാണ്. അവർ അതിലെല്ലാം നൈപുണ്യമുള്ളവരാണ്. സർവേ യുദ്ധവിശാരദ, എല്ലാവരും വലിയ യുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ളവരാണ് എന്ന് പറഞ്ഞു.
അതിനുശേഷം ദുര്യോധനൻ ആ യുദ്ധത്തിനെ കുറിച്ച് വിലയിരുത്തുന്നുണ്ടായിരുന്നു. ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം വിലയിരുത്തൽ നടത്തി 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. നമ്മുടെ സൈന്യബലം, നമ്മുടെ സൈന്യശക്തി അളവറ്റതാണ്. പാണ്ഡവ സൈന്യത്തെ താരതമ്യപ്പെടുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ സൈന്യം വളരെ ശക്തമാണ്. കാരണം അതിനെ രക്ഷിക്കാൻ ഭീഷ്മ പിതാമഹനുണ്ട്. പരശുരാമനോട് വരെ യുദ്ധം ചെയ്തിട്ടുള്ള ഭീഷ്മ പിതാമഹനുണ്ട്. മറുപക്ഷത്താണെങ്കിൽ അത്ര വലിയ സൈനിക ശക്തിയൊന്നുമില്ല. മാത്രമല്ല അതിന്റെ സൈന്യാധിപൻ ആരാണ്? അതിനെ നയിക്കുന്നത് ആരാണ്? ഭീമനാണ്. ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം ഭീമൻ അത്ര വലിയ പരിചയസമ്പന്നൻ ഒന്നുമല്ല യുദ്ധത്തിൽ. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും ദുര്യോധനുണ്ടായിരുന്നു. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ദുര്യോധനൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്ത് വേണം? നമ്മള് ഭീഷ്മ പിതാമഹനെ എല്ലാവിധത്തിലും സംരക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. അപ്പം എല്ലാവർക്കും യുദ്ധത്തിൽ പങ്കുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി എല്ലാവരോടുമായിട്ട് നിർദ്ദേശിച്ചു. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവയേവഹി. യുദ്ധത്തിൽ അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മദേവനെ എല്ലാവരും സംരക്ഷിക്കണം. അപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാം. ഭീഷ്മദേവന് പരിപൂർണ പിന്തുണ നൽകണം. അതാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ചുമതല. അതിൽ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല ദുര്യോധനൻ പറഞ്ഞു. അപ്പൊ അത് കേട്ട സമയത്ത് ഭീഷ്മ പിതാമഹൻ എന്താണ് ചെയ്തത് എന്നാണ് സഞ്ജയൻ അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ ഇതുവരെ സഞ്ജയൻ പറഞ്ഞത് ദുര്യോധനൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ്. ദുര്യോധനൻ ആദ്യം പാണ്ഡവ സൈന്യത്തെ നോക്കിക്കണ്ട സമയത്ത് ആ കാര്യഗൗരവം ധരിപ്പിക്കുന്നതിന് വേണ്ടി ദ്രോണാചാര്യരെ സമീപിച്ചു. ദ്രോണാചാര്യരെ ഒന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. അല്ലെ, അങ്ങയുടെ ശിഷ്യനാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പാണ്ഡവ സൈന്യത്തെ വ്യൂഢീകരിച്ചിട്ടുള്ളത് അങ്ങയുടെ ശിഷ്യനാണ്. ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത, അവൻ ബുദ്ധിമാനാണ്. അപ്പോൾ അങ്ങക്ക് ചെറിയൊരു അബദ്ധം അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ആ വാത്സല്യം, സ്നേഹം ഒന്നും ഇപ്പോൾ കാണിക്കരുത്. യുദ്ധമാണ്, ഗൗരവമായിട്ട് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാവരും ചേർന്ന് ഭീഷ്മ പിതാമഹനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. പാണ്ഡവ സൈന്യത്തെയും കൗരവ സൈന്യത്തെയും പരിചയപ്പെടുത്തി. അതിനുശേഷം ഭീഷ്മ പിതാമഹനെ തന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. യുദ്ധത്തെക്കുറിച്ച് ഒരു അവലോകനവും നടത്തി. യുദ്ധത്തിൽ നമ്മൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ആ സമയത്ത് ഭീഷ്മ പിതാമഹൻ എന്താണ് ചെയ്തത് എന്നാണ് സഞ്ജയൻ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. അപ്പൊ ഭീഷ്മ പിതാമഹൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നേരെ വന്ന് സംസാരിച്ചത് ദ്രോണാചാര്യരോടാണെങ്കിലും അടുത്തു നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ദുര്യോധനന്റെ സംസാരമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ദുര്യോധനൻ എന്താണ് പറഞ്ഞത്? ഭീഷ്മ പിതാമഹനെ നമ്മൾ എല്ലാ വിധത്തിലും സംരക്ഷിക്കണം എന്നാണ് നേരത്തെ പറഞ്ഞത്. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവഹി. നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ഭീഷ്മ പിതാമഹനെ എല്ലായിടത്തു നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല എന്ന് കേട്ട സമയത്ത് ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? ഭീഷ്മ പിതാമഹൻ എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത്. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. നമുക്ക് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? വായിക്കട്ടെ പ്രഭു. ഞാൻ അംബിക മാധവ്. ഹരേ കൃഷ്ണ. ശ്ലോകം 15. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം
ഹരേ കൃഷ്ണ. 12ാമത്തെ ശ്ലോകം. ശരി. ഹരേ കൃഷ്ണ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃത്താ പിതാമഹഃ സിംഹനാദം വിനത്യോച്ചൈ ശംഖം ദദൗ പ്രതാപവാൻ. ഇത് വായിക്കട്ടെ. വിവർത്തനം. അപ്പോൾ പരാക്രമിയും കുരുപിതാമകനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശംഖമെടുത്ത് ഊതി. ഭാവാർത്ഥം. ശ്രീലപ്രഭുപാദക്ക് കുരുപിതാമകന് പൗത്രന്റെ അന്തർഗതം അറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ സിംഹോപമ പ്രതാപത്തിന് ഒക്തവണ്ണം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കുവാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശംഖിന്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. അത് നിറവേറ്റുവാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. പ്രഭുജി. അടുത്ത ശ്ലോകം കൂടി വായിച്ചോളാം. 13 കൂടി വായിച്ചോളാം. വായിക്കാം. തഥാ ശംഖശ്ച ഭേര്യശ്ച പണവാനകഗോമുഖഃ സഹസൈവാഭ്യഹന്യന്ത സ ശബ്ദസ്തതുമൂലോ ഭവേത്. അതിന്റെ ഇത് വായിക്കണം. ഭാവാർത്ഥം, വിവർത്തനം. അതിനെ തുടർന്ന് ശംഖ, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം തത്മോ പ്രതാപവാൻ. തസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ തസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ എന്നാണ്. അവന്റെ അല്ലെങ്കിൽ അവന് എന്നാണ് അർത്ഥം. തസ്യ അവന്റെ അല്ലെങ്കിൽ അവന്. ഇവിടെ അവന് എന്നുള്ള അർത്ഥമാണുള്ളത്. തസ്യ സഞ്ജനയൻ ഹർഷം. അവന് സഞ്ജനയൻ ഹർഷം. ഹർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം, അല്ലെ, ആഹ്ലാദം എന്നാണ് അർത്ഥം. സഞ്ജനയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിപ്പിക്കുന്ന വിധത്തിൽ, ഹർഷം ജനിപ്പിക്കുന്ന വിധത്തിൽ, സന്തോഷം ജനിപ്പിക്കുന്ന വിധത്തിൽ. ആർക്ക്? അവന് സന്തോഷം ജനിപ്പിക്കുന്ന വിധത്തിൽ കുരുവൃദ്ധ പിതാമഹ. കുരുവൃദ്ധൻ, കുരുവംശത്തിൽ ഏറ്റവും പ്രായമായിട്ടുള്ള വ്യക്തി കുരുവൃദ്ധൻ, അല്ലെ, പിതാമഹൻ. എല്ലാവരുടെയും പിതാമഹനാണ്. ധൃതരാഷ്ട്രരുടെയും പാണ്ഡവരുടെയും ഒക്കെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് പിതാമഹൻ. അതുകൊണ്ട് ദുര്യോധന്റെ ഒക്കെ പിതാമഹനാണ്, മുത്തച്ഛനാണ് കുരുവൃദ്ധ പിതാമഹ. അപ്പോൾ അവന് സന്തോഷം ജനിപ്പിക്കുന്ന വിധത്തിൽ ആ കുരുവൃദ്ധനായിട്ടുള്ള ഭീഷ്മദേവൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. സിംഹനാദം വിനദ്യോച്ചൈ ശംഖം തത്മോ പ്രതാപമാണ്. ആദ്യം വലിയ ഉച്ചത്തിൽ സിംഹത്തെ പോലെ, സിംഹത്തിന്റെ നാദം പോലെ, സിംഹനാദം വിനദ്യോച്ചൈ, സിംഹനാദം പോലെ വലിയ ഉച്ചത്തിൽ ഗർജിച്ചു അല്ലെങ്കിൽ ആർത്ത് അട്ടഹസിച്ചു എന്നാണ് പറയുന്നത്. അല്ലെ, അവരെല്ലാവരും രാജാക്കന്മാരാണ് അല്ലെങ്കിൽ ക്ഷത്രിയന്മാരാണ്, യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. യുദ്ധമുഖത്ത് വരുന്ന സമയത്ത് ക്ഷത്രിയന്മാർക്ക് പ്രത്യേക ഒരു വീര്യമുണ്ടാകും. യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ആ യുദ്ധത്തിന്റെ രണശബ്ദം, രണകാഹളം എന്ന് പറയും, വലിയ ശബ്ദം ഉണ്ടാക്കും. ആ വലിയ ശബ്ദത്തോടുകൂടി സിംഹത്തിനെ പോലെ ഗർജിച്ചു എന്നാണ് പറയുന്നത്. സിംഹത്തിനെ പോലെ ആദ്യം ഗർജിച്ചു. സിംഹനാദം വിനദ്യോച്ച് അദ്ദേഹം ആർത്തു, വലിയ ശബ്ദമുണ്ടാക്കി ആർത്ത് അട്ടഹസിച്ചു ഭീഷ്മദേവൻ. എന്തിനു വേണ്ടിയിട്ടാണ്? തസ്യ സഞ്ജനയൻ ഹർഷം. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെ, ആരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? അർജുനനെ, അല്ല, ദുര്യോധനനെ. ആരെയാണ്? ദുര്യോധനാണ്, അല്ലെ. ദുര്യോധനാണ് ഇപ്പൊ സംസാരിച്ചത്. ഭീഷ്മരെ എല്ലാ വിധത്തിലും സംരക്ഷിക്കണം എന്ന് വന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്?
ദുര്യോധനാണ്. അപ്പൊ ആ ദുര്യോധനെ ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തസ്യ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? ദുര്യോധനെ കുറിച്ചാണ്. തസ്യ അവനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹൻ. കുരുവംശത്തിൽ ഏറ്റവും വൃദ്ധനായിട്ടുള്ള പിതാമഹനായിട്ടുള്ള ഭീഷ്മൻ സിംഹനാദം വിനദ്യോച്ചൈ, സിംഹം ഗർജിക്കുന്നത് പോലെ ഉച്ചത്തിൽ അട്ടഹസിച്ചു എന്നാണ് പറയുന്നത്. യുദ്ധമുഖത്ത് വലിയ അട്ടഹാസങ്ങളും അലർച്ചകളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ക്ഷത്രിയന്മാർ പ്രത്യേകിച്ചും ഈ യുദ്ധമുഖത്തെത്തുന്ന സമയത്ത് പോരിന് വിളിക്കുകയൊക്കെ ചെയ്യും, അലറുകയും അവര് പോരിന് വിളിക്കുകയൊക്കെ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് ആ യുദ്ധവീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇന്നും പട്ടാളക്കാർ അത് ചെയ്യുന്നുണ്ട്. അവര് വാർക്രൈ നടത്തും. കഴിഞ്ഞാല് അവർക്ക് വാർക്രൈ ഉണ്ട് യുദ്ധമുഖത്തില്. അവർക്ക് അവരുടേതായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ആർമിക്കും ഓരോ റെജിമെന്റിനും അവരുടേതായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അല്ലെ. അതൊക്കെ വിളിച്ചുകൊണ്ട് അവർ വലിയ ആവേശം വർദ്ധിപ്പിക്കും. അതേപോലെ എല്ലാവർക്കും ആവേശം വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സിംഹനാദം വിനദ്യ ഉച്ചൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചത്തിൽ, വലിയ ശബ്ദത്തിൽ, ആ യുദ്ധമുഖം മുഴുവൻ കേൾക്കുന്ന വിധത്തിൽ വലിയ ശബ്ദത്തിലാണ് ഭീഷ്മദേവൻ ശബ്ദമുണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. വിനദ്യ ഉച്ചൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശബ്ദത്തിൽ. ശംഖം ദത്മോ പ്രതാപവാൻ, തന്റെ ശംഖം. അതിനുശേഷം ആദ്യം അട്ടഹസിച്ചു, അതിനുശേഷമാണ് തന്റെ ശംഖം എടുത്തിട്ട് ശംഖം ദത്മോ പ്രതാപവാൻ. ആ പ്രതാപവാനായിട്ടുള്ള ഭീഷ്മപിതാമഹൻ അല്ലെ, എല്ലാവിധ യുദ്ധത്തിലും വിജയിക്കുന്ന, എല്ലാ പേരും പ്രശസ്തിയും ഒക്കെയുള്ള വലിയ പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ കൊണ്ട്, അദ്ദേഹത്തിന്റെ വലിയ ദൃഢവ്രതം കൊണ്ട് ഭീഷ്മൻ എന്നുള്ള പേരെന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ആ ബ്രഹ്മചര്യ വ്രതമെടുത്തു അല്ലെ. തനിക്ക് പുത്രന്മാരെ ഉണ്ടാകില്ല എന്ന് വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം ബ്രഹ്മചര്യ വ്രതമെടുത്തു. ഞാൻ വിവാഹം ചെയ്യില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സ്വഭാവ സവിശേഷത കൊണ്ട് അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രതാപവാനായിട്ടുള്ള ആ ഭീഷ്മ പിതാമഹൻ വലിയ ശബ്ദമുണ്ടാക്കിയതിനു ശേഷം തന്റെ ആ ശംഖമെടുത്ത് ഊതി എന്നാണ് പറയുന്നത്. ശംഖം തത്മോ പ്രതാപവാൻ. അതിന്റെ പ്രത്യേക ഉദ്ദേശം എന്തായിരുന്നു? ദുര്യോധന് സന്തോഷം ജനിപ്പിക്കുക എന്നുള്ളതാണ്. ദുര്യോധൻ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു മുന്നറിയിപ്പാണ്. നീ യഥാർത്ഥ രീതിയിൽ കാണുന്നില്ല അല്ല, നീ ആരെയാണ് കണ്ടത്? ഭീമനെ മാത്രമാണ് കണ്ടത്. മറുപക്ഷത്തുള്ള പ്രധാന വ്യക്തിയെ നീ കണ്ടിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അതിൽ കൊടുക്കുന്നുണ്ട് എന്ന് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും അവരവരുടേതായിട്ടുള്ള വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി എന്നാണ് പറയുന്നത്. ആ യുദ്ധമുഖത്തിൽ പ്രത്യേകം പട്ടാളക്കാര് വാദ്യമേളങ്ങളൊക്കെ വായിക്കുന്നതിന് വേണ്ടിയിട്ട്, യുദ്ധം കൊഴുപ്പിക്കുന്നതിന് വേണ്ടി, ആ യുദ്ധമുഖത്തെ സൈനികർക്ക് ആവേശം പകരുന്നതിന് വേണ്ടിയിട്ട് വാദ്യമേളങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോഴും ഉണ്ട് അല്ലെ. ഇപ്പം ഡ്രം ഒക്കെ ഉണ്ട്, ഡ്രം ബ്യൂകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ അന്നും വാർമുഖത്ത്, യുദ്ധമുഖത്ത് വ്യത്യസ്തമായിട്ടുള്ള വാദ്യമേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം കൂടി മുഴക്കി, ഒരുമിച്ച് മുഴക്കി എന്നാണ് പറയുന്നത്. തഥ ശംഖാശ്ചപേര്യശ്ച പണവാനക ഗോമുഖാഹ സഹസൈവാദ്യ ഹന്യന്ത സശബ്ദ സ്ഥൂലോ അഭവത്. തഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം, തഥ അപ്പോൾ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഭീഷ്മ പിതാമഹൻ ശംഖൂതിയതിനു ശേഷം എന്താണ് സംഭവിച്ചത്? പിന്നീട് എന്നാണ് അർത്ഥം. തഥാ പിന്നീട്. തഥാ ശംഖാശ്ചപേര്യശ്ച, അതിനുശേഷം മറ്റുള്ളവരൊക്കെ അവരുടേതായിട്ടുള്ള ശംഖൊക്കെ എടുത്തു മുഴക്കി. ഭീഷ്മദേവൻ മാത്രമല്ല. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന്റെ സൂചനയാണ് ഈ ശംഖ കാഹളം എന്ന് പറയുന്നത്. ശംഖ് വിളിച്ചു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ്. യുദ്ധം തുടങ്ങാനായി. അതാണ് ശംഖുവിളിയുടെ അർത്ഥം. അപ്പോൾ എല്ലാവരും, മറ്റു രാജാക്കന്മാരും സൈനിക നേതാക്കന്മാരെല്ലാവരും, സേനാധിപന്മാരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ശംഖ് വിളിച്ചു എന്നാണ് പറയുന്നത്. തഥ ശംഖാശ, ശംഖാശ എന്ന് പറഞ്ഞാൽ ശംഖുകളുടെ, ഒരുപാട് ശംഖുകൾ വിളിച്ചു. അതാണ് ശംഖുകളുടെ. ശംഖാശ ഭേര്യശ, ഭേര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ട.
ചെണ്ടയുടെ ശബ്ദമുണ്ടായിരുന്നു. പണവാനക, പണവാൻ, പണവകം, പണവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പെരുമ്പറകളാണ്. വലിയ പെരുമ്പറകൾ മുട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് പെരുമ്പറകൾ. ഗോമുഖാഹ, ഗോമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമ്പ് എന്നൊക്കെ വിളിക്കും, നമ്മൾ കൊമ്പ് വിളിക്കും അല്ലെ? പഞ്ചവാദ്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊമ്പും കുഴലും. അപ്പൊ അങ്ങനെയുള്ള മേളങ്ങളാണ് ഗോമുഖം എന്ന് പറഞ്ഞത്. ഗോമുഖാഹ, ഗോമുഖങ്ങളും അഭ്യഹന്യന്ത. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരുമിച്ച് വിളിച്ച സമയത്ത്, എല്ലാവരും ഒരേ സമയത്ത് അത് വിളിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? സശബ്ദ സ്തുമുലോ ഭവത്. എല്ലാ ശബ്ദവും കൂടി ഒരുമിച്ച് അവിടെ വലിയ ബഹളമായിട്ട് മാറി എന്നാണ് പറയുന്നത്. വലിയ ഒരു ബഹളം പോലെയായി, അവിടെ ഒരു കോലാഹലം, ശബ്ദ കോലാഹലം ആയി എന്നാണ് പറയുന്നത്. കൗരവപക്ഷത്തിന്റെ സൈനികരെല്ലാവരും വാദ്യമേളങ്ങളൊക്കെ ഉപയോഗിച്ച സമയത്ത് അവിടെ വലിയൊരു കോലാഹലം പോലെയായി. അതൊക്കെ ഒന്ന് അടങ്ങിയ സമയത്ത് ഇനി അടുത്ത രംഗം, അടുത്തതായിട്ട് നമ്മൾക്ക് സഞ്ജയൻ പറഞ്ഞു തരുന്നത് മറുപക്ഷത്ത് പാണ്ഡവ സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ കുറിച്ചും, ഭഗവാൻ ഓടിക്കുന്ന തേരിൽ അർജുനൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാന്റെയും അർജുനന്റെയും തേരിലേക്കാണ് നമ്മുടെ കാഴ്ചയെ കൊണ്ടുപോകുന്നത് സഞ്ജയൻ. എന്താണ് സഞ്ജയൻ പറയുന്നത്? തതശ്ചേതേർ ഹയർ യുക്തേ മഹതിസ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതുഃ. ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ എടുത്തു പറയുന്നുണ്ട്. ഭഗവാനെ കുറിച്ചും അർജുനെ കുറിച്ചും പറയുന്ന സമയത്ത് സഞ്ജയൻ പ്രത്യേകമായിട്ടാണ് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. തഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട്, അതിനുശേഷം, അതായത് കൗരവപക്ഷത്തുള്ള എല്ലാ ബഹളവും ശബ്ദകോലാഹലവും ഒക്കെ, അവരുടെ വാദ്യമേളങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി, ആ ശബ്ദമൊക്കെ കുറഞ്ഞു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? തഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അതൊക്കെ താന്നു, ആ ശബ്ദങ്ങളൊക്കെ നിന്നു. ആ സമയത്ത് തഥാ ശ്വേതേർ ഹയേർ യുക്തേ മഹതിസ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതുഃ. ശ്വേതേർ, വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള ഭഗവാന്റെ തേര്, അല്ലെങ്കിൽ അർജുനന്റെ തേര് അല്ലെ, വെളുത്ത കുതിരകളാണ്. അതൊരു നല്ല സൂചനയാണ്. ശ്വേതേർ ഹയേർ, ഹയേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരകൾ എന്നാണ് അർത്ഥം. ശ്വേതേർ ഹയേർ യുക്തേ മഹതിസ്യന്തനെ സ്ഥിതോ. ആ സ്യന്തനം, ആ തേര് സാധാരണ ഒരു തേരല്ല, അത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തേരാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മഹതിസ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതുഃ. നമുക്ക് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 14ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചോട്ടെ? 16 ശ്ലോകം. ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ. തഥാ ഹയർയുക്തേ മഹതി സ്വന്തനേ സ്ഥിതോ മാധവ പാണ്ഡവൈശ്ചൈവ ദിവ്യോ ശംഖോ പ്രദദ്മതുഃ. മറുവശത്തെ കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻതേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യശംഖങ്ങൾ മുഴക്കി. ഭാവാർത്ഥം: ഭീഷ്മരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ്. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയസാധ്യതയില്ലെന്ന് ദിവ്യശംഖങ്ങളുടെ ധ്വനി സൂചിപ്പിക്കുന്നു. ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. കൃഷ്ണഭഗവാൻ പാണ്ഡുപുത്രരുടെ കൂടെയാകയാൽ അവർ വിജയം നേടുന്നു. എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യദേവതയും വാഴുന്നു. ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ വേർപിരിയാറില്ല. അങ്ങനെ വിജയൈശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. വിഷ്ണുവിന്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ശംഖധ്വനി അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ എഴുന്നരുളുന്നത്. ആ രഥം എല്ലാ ദിക്കുകളെയും
കീഴടക്കാൻ പര്യാപ്തമാണെന്നും 3 ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേയുള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. അതെയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ സഞ്ജയൻ ഭഗവാനെ കുറിച്ചും ഭഗവാൻ ഇരിക്കുന്ന രഥത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പാണ്ഡവപക്ഷത്തിനുള്ള വിജയ സൂചനകളാണിതെല്ലാം എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. അർജുനന്റെ പക്ഷത്തായിരിക്കും വിജയം. കാരണം എന്താണ്? അർജുനന്റെ കൂടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. ജയസ്തു പാണ്ഡുപുത്രാണാം യേശാം പക്ഷേ ജനാർദ്ദന. ആരുടെ കൂടെയാണോ ഭഗവാൻ ജനാർദ്ദനൻ ഇരിക്കുന്നത് അവർക്കായിരിക്കും തീർച്ചയായിട്ടും വിജയം. അല്ല, ധൃതരാഷ്ട്രൻ ചോദിക്കുന്നുണ്ട്, ആരാണ് വിജയിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരമാണ് സഞ്ജയൻ പറയുന്നത്. സഞ്ജയൻ ക്രമേണ എല്ലാ സൂചനകളും പാണ്ഡവപക്ഷത്താണ് വിജയം എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് സൂചനകളിലൂടെ. എന്നിട്ട് അവസാനം നേരിട്ട് പറയുകയും ചെയ്യും, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. എവിടെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്, എവിടെയാണോ അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തനായിട്ടുള്ള അർജുനൻ ഇരിക്കുന്നത്, അവിടെ തന്നെയായിരിക്കും വിജയം എന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇവിടെ തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ ആ പാണ്ഡവപക്ഷത്തുള്ള പ്രത്യേകതകൾ, വിജയ സൂചനകളൊക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് എടുത്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ചില ചിഹ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ശ്വേതേർ ഹയർ യുക്തേ, വെളുത്ത ദിവ്യമായിട്ടുള്ള വെളുത്ത കുതിരകളെ കൂട്ടിയിട്ടുള്ളതാണ് ഭഗവാൻ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാനും അർജുനനും ഇരിക്കുന്ന തേര് എന്ന് പറയും. അത് സാധാരണ തേരല്ല, മഹതിസ്യന്തനെ സ്ഥിതോ എന്ന് പറയും. അപ്പൊ വെളുത്ത കുതിരകൾ വിജയത്തിന്റെ ഒരു ചിഹ്നമാണ്. 5 ലക്ഷണങ്ങൾ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 5 ചിഹ്നങ്ങൾ. പാണ്ഡവപക്ഷമാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ 5 സൂചനകൾ സഞ്ജയൻ പറയുന്നുണ്ട്. അതിലൊരു സൂചനയാണ് ഈ വെളുത്ത കുതിരകൾ എന്ന് പറയുന്നത്. വെളുത്ത കുതിരകൾ വിജയത്തിന്റെ സൂചനയാണ്. അല്ലെ, എത്ര കുതിരയാണ് ഭഗവാന്റെ തേരിനുള്ളത്? 5. 5 ഉറപ്പാണോ? 5 അല്ലേ? 5, 4. 5 4. 5 കുതിരയാണോ അല്ലെങ്കിൽ 4 കുതിരയാണോ ഭഗവാന്റെ തേരിനുള്ളത്? അർജുനന്റെ തേരിനുള്ളത്? 5. 5 കുതിരകൾ. 5 ഹരേ കൃഷ്ണ. 5 കുതിരകള്. 5 കുതിര എന്നാ പ്രഭുജി? 5 കുതിര. 5 കുതിരകൾ. ഹരേ കൃഷ്ണ. 5 കുതിരകള്. അപ്പൊ ഇനി നോക്കണം, ചിത്രം നോക്കുമ്പോ കറക്റ്റായിട്ട് നോക്കണം. 4 കുതിരകളാണുള്ളത് അല്ലെ? 4 കുതിരകളാണ് ഭഗവാന്റെ രഥത്തിനുള്ളത്. 4 കുതിരകളെ ഉള്ളൂ, 5 കുതിരകളില്ല. 4 കുതിരകളെ, 4 വെളുത്ത കുതിരകളെ കൂട്ടിയിട്ടുള്ള തേരാണ് ഭഗവാനുള്ളത്. 5 കുതിരകളെ ചിത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ 5 കുതിരകളില്ല. 4 കുതിരകൾ. ആ 4 കുതിരകൾക്കും പേരുകളുണ്ട്, പ്രത്യേകം പേരുകളുണ്ട്. ഒരു കുതിരയുടെ പേര് സുഗ്രീവൻ എന്നാണ്. സുഗ്രീവൻ, ശൈഭ്യൻ, മേഘപുഷ്പൻ, പാലഹകൻ എന്ന് പറഞ്ഞിട്ട് 4 കുതിരകളാണ്. 4 വെളുത്ത കുതിരകളെ കൂട്ടിയിട്ടുള്ള പ്രത്യേക തേരിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. പേരൊന്നുകൂടി പറയോ? ശൈഭ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, പാലഹകൻ. പാലഹകൻ എന്ന് പറഞ്ഞിട്ട് 4 പ്രത്യേക കുതിരകളാണ്. ഓരോന്നിനും പ്രത്യേകതയുണ്ട്. 4 കുതിരകളാണ് ഭഗവാന്റെ തേരിനുള്ളത്, അല്ലെങ്കിൽ അർജുനന്റെ തേരിനുള്ളത്. അത് സാധാരണ തേരല്ല, അത് അഗ്നിദേവൻ കൊടുത്തിട്ടുള്ളതാണ് എന്നിവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി, മേഘപുഷ്പൻ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞു തരുമോ? സുഗ്രീവൻ, ശൈബൻ, മേഘപുഷ്പൻ, ബാലഹകൻ, ബാലഗഹൻ. ഓക്കെ, ഹരേ കൃഷ്ണ. ബാലഗഹൻ. പ്രഭുജി ഗഹൻ എന്നാണോ? ഹകൻ, ഹകൻ. മേഘത്തിന്റെ ഹ അല്ലേ പ്രഭുജി? ബാലഹകൻ, ഹകൻ, ഹായ, ഹകൻ. ഹഹൻ. യെസ്.
അപ്പൊ ആ 4 കുതിരകളെ കൂട്ടിയിട്ടുള്ള ആ വെളുത്ത കുതിരകൾ വിജയത്തിന്റെ ഒരു ചിഹ്നമാണ്. അത് ഒന്നാമത്തെ ചിഹ്നമാണ്. പിന്നീട് രണ്ടാമത്തെ ചിഹ്നം മഹതിസ്യന്തനെ, മഹത്തായിട്ടുള്ള രഥം അല്ലെ, ആ രഥം പ്രത്യേകതയുള്ളതാണ്. മഹത്തായിട്ടുള്ള രഥം എന്ന് പറയുന്നത് മഹതിസ്യന്തനെ സ്ഥിതോ. അപ്പൊ മറ്റാരുടെയും തേരിനെ കുറിച്ചൊന്നും ഇങ്ങനെ വിശദീകരിക്കുന്നില്ല, മറ്റാരുടെയും തേരിന്റെ കുതിരകളെ കുറിച്ചൊന്നും ഇങ്ങനെ വിശദീകരിക്കുന്നില്ല അല്ലെ, അതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് പ്രത്യേകതകളൊക്കെ എടുത്തു പറയുന്നത്. വെളുത്ത കുതിരകളാണ്, അത് മഹത്തായിട്ടുള്ള സ്യന്തനമാണ്. മഹതിസ്യന്തനെ സ്ഥിതോ, സാധാരണ തേരല്ല, അത് ആര് കൊടുത്തിട്ടുള്ളതാണ്? അഗ്നിദേവൻ കൊടുത്തിട്ടുള്ളതാണ് എന്ന് ശീലപ്രഭാതർ വിശദീകരിക്കുന്നത്. അന്ന് കാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള വനം പണ്ട് ഭീഷ്മദേവന്റെ അപേക്ഷ പ്രകാരം പാണ്ഡവർക്കും കുറച്ച് സ്ഥലം ധൃതരാഷ്ട്രൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പുറമ്പോക്ക് സ്ഥലം, കാട് പിടിച്ച സ്ഥലം, അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കൊടുത്തത്. എന്തെങ്കിലും ഞങ്ങളൊന്നും കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആർക്കും ജീവിക്കാൻ സാധിക്കാത്ത ഒരു കാട് പ്രദേശം, കാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള കാണ്ഡവ വനം പാണ്ഡവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാണ്ഡവപ്രസ്ഥം അവര് അഗ്നിദേവന്റെ സഹായത്തോടു കൂടി ദഹിപ്പിച്ചു. അഗ്നിദേവനും ഈ കാണ്ഡവപ്രസ്ഥം, കാണ്ഡവവനം ദഹിപ്പിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും സഹായം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കാരണം അഗ്നിദേവന് അതിന്റെ മുന്നേ ഒരു വലിയ യാഗം, യജ്ഞം നടന്നിട്ടുണ്ടായിരുന്നു. ശ്വേതകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ്, ശ്വേതകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് 12 വർഷം തുടർച്ചയായിട്ട് വലിയൊരു യജ്ഞം നടത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം യജ്ഞം നടത്തുന്നതിൽ വലിയ ഹരമുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ ഹോബി യജ്ഞങ്ങൾ നടത്തുക എന്നുള്ളതാണ് ശ്വേതകി രാജാവ്. അപ്പൊ 12 വർഷം ഇദ്ദേഹം ശുദ്ധമായിട്ടുള്ള നെയ്യൊക്കെ ഒഴിച്ച് വലിയ രീതിയിൽ ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉപയോഗിച്ച് വലിയൊരു യജ്ഞം നടത്തി. ഈ 12 വർഷം നെയ്യ് സ്വീകരിച്ചത് കൊണ്ട് അഗ്നിദേവന് വലിയ പ്രശ്നം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒരു ദഹനക്കേടുണ്ടായി. അപ്പൊ അതിനെന്താണ് മരുന്ന് എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ച സമയത്ത് ബ്രഹ്മ പറഞ്ഞു, കാണ്ഡവ വനത്തിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. നീ ആ കാണ്ഡവ വനം വിഴുങ്ങുകയാണെങ്കിൽ, കാണ്ഡവ വനം പോയിട്ട് വിഴുങ്ങുകയാണെങ്കിൽ നിന്റെ എല്ലാവിധ അസുഖങ്ങളും ദഹനക്കേടൊക്കെ മാറിക്കോളും. പക്ഷെ എന്താണ് പ്രശ്നം? കാണ്ഡവവനം വിഴുങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഇന്ദ്രൻ അതിൽ ഇടപെടും. ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കും. എന്നിട്ട് കാണ്ഡവവനം വിഴുങ്ങാൻ സമ്മതിക്കില്ല. അഗ്നിയെ പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. മഴ പെയ്യുമ്പോൾ അഗ്നിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ദ്രന്റെ ഇങ്ങനെയുള്ള ഇടപെടൽ ഉണ്ടാവുന്നത് കൊണ്ട് അഗ്നിക്ക് ഒരിക്കലും ആ കാണ്ഡവവനം വിഴുങ്ങാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കുന്നത്? കാരണം ആ കാണ്ഡവവനം തക്ഷകന്റെ താമസ സ്ഥലമായിരുന്നു. തക്ഷകന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും താമസ സ്ഥലമാണ് കാണ്ഡവവനം എന്ന് പറയുന്നത്. തക്ഷകൻ ഇന്ദ്രന്റെ സുഹൃത്തായിരുന്നു. തക്ഷകനും ഇന്ദ്രനും വലിയ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ആ കാണ്ഡവവനം ദഹിപ്പിക്കാൻ ഇന്ദ്രൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിദേവൻ വന്ന് അർജുനനോടും ഭഗവാനോടും സഹായം തേടും. ഇന്ദ്രൻ വന്ന് മഴ പെയ്യ്ക്കുന്ന സമയത്ത് ഇന്ദ്രനെ തുരത്തി ഓടിക്കണം, ഇന്ദ്രനോട് യുദ്ധം ചെയ്ത് ഓടിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ഈ കാണ്ഡവവനം വിഴുങ്ങാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടു. കാണ്ഡവവനം അഗ്നി വിഴുങ്ങാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇന്ദ്രനുമായിട്ട് അർജുനൻ യുദ്ധം ചെയ്ത് ഇന്ദ്രനെ അവിടുന്ന് ഓടിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും ആ കാണ്ഡവവനത്തെ ദഹിപ്പിക്കാൻ അഗ്നിക്ക് സാധിച്ചു. അങ്ങനെ കാണ്ഡവവനം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് മയദാനവൻ വന്ന് അപേക്ഷിക്കുന്നത്. മയദാനവനും ആ കാണ്ഡവവനത്തിലെ ഒരു താമസക്കാരനായിരുന്നു. അപ്പൊ ഇനിയും വനം നശിപ്പിച്ചു കഴിഞ്ഞാൽ തന്റെ താമസ സ്ഥലം ഇല്ലാതാവും, അതുകൊണ്ട് ഈ ദഹനം നിർത്തണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ അർജുനന്റെ അപേക്ഷ പ്രകാരം അഗ്നിദേവൻ ആ കാണ്ഡവവനം ദഹിപ്പിക്കുന്നത് നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ അഗ്നിദേവന്റെ അനുഗ്രഹം അർജുനനുണ്ടായി, മയദാനവന്റെ അനുഗ്രഹം അർജുനനുണ്ടായി. അഗ്നിദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് ഗാണ്ഡീവം എന്ന് പറഞ്ഞിട്ടുള്ള അസ്ത്രം കിട്ടിയിട്ടുള്ളതും അതേപോലെ ഈ ഒരു സെന്തനം, മഹതി സെന്തനവും എന്നിവിടെ പറയുന്ന ആ സെന്തനം, മഹത്തായിട്ടുള്ള തേര് കിട്ടിയിട്ടുള്ളതും അഗ്നിദേവന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അഗ്നിദേവനാണ് ആ ഒരു
തേര് കൊടുത്തിട്ടുള്ളത്. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിന് വേണമെങ്കിൽ ആകാശത്ത് കൂടെ സഞ്ചരിക്കാം. അതിന് പെട്ടെന്ന് വേണമെങ്കിൽ നേരെ 360 ഡിഗ്രിയിൽ തിരിയാം. ഏത് ദിശയിലേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്ന രഥമാണ് അർജുനന്റെ രഥം. അതുകൊണ്ടാണ് ഇവിടെ മഹതിസ്യന്തനേ സ്ഥിതോ എന്ന് പറഞ്ഞിട്ടുള്ളത്. മഹതിസ്യന്തനേ സ്ഥിതോ മാധവ പാണ്ഡവ ശൈവ ദിവ്യോ ശംഖോ പ്രദത്മ. അപ്പൊ പാണ്ഡവ പക്ഷത്തുള്ള 2 വിജയചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് വെളുത്ത കുതിരകളാണ്, രണ്ടാമത്തത് ഈ മഹത്തായിട്ടുള്ള രഥം തന്നെയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള മഹത്തായിട്ടുള്ള രഥം, അഗ്നിദേവൻ സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ള ഈ രഥം. മാധവ പാണ്ഡവ ശൈവ ദിവ്യോ ശംഖോ പ്രദത്മ. മാധവനും അടുത്തത് ആരാണ്? അടുത്തത് മാധവൻ തന്നെയാണ്. പാണ്ഡവരുടെ വലിയൊരു വിജയചിഹ്നം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. മാധവൻ എന്നാണ് ഇവിടെ പറയുന്നത്. സഞ്ജയൻ പറയുന്നത് മാധവൻ എന്നാണ്. മാധവൻ എന്ന വാക്കിന്റെ അർത്ഥം മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, ലക്ഷ്മി ദേവി അല്ലെ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് എന്നാണ് മാധവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഭാഗ്യവും എല്ലാവിധ ഐശ്വര്യവുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭാഗ്യം, വിജയം ആരുടെ കൂടെയാണ്? വിജയം പാണ്ഡവരുടെ കൂടെ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് മാധവൻ എന്നുള്ള വാക്ക്. അപ്പൊ ഭഗവാൻ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനും ആരുടെ കൂടെയുണ്ട്? പാണ്ഡവ പക്ഷത്തുണ്ട്. അതുകൊണ്ട് പാണ്ഡവ പക്ഷത്തിന് വിജയം ഉണ്ടാകും. അത് മൂന്നാമത്തെ സൂചനയാണ്. മാധവൻ, ഭഗവാൻ എന്നുള്ളത് മൂന്നാമത്തെ സൂചനയാണ്. മാധവ പാണ്ഡവ ശൈവ ദിവ്യവും ശംഖവും പ്രദത്മതു. അവരും ശംഖ് വിളിച്ചു. നേരത്തെ ഒരുപാട് രാജാക്കന്മാർ, നേരത്തെ ഭീഷ്മദേവൻ ശംഖ് വിളിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? ശംഖം ദത്മൗ പ്രതാപവാൻ എന്നാണ് പറഞ്ഞത്. ശംഖ് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു സാധാരണ രീതിയിൽ കോമൺ ആയിട്ടാണ് പറഞ്ഞത്. ശംഖ് വിളിച്ചു. ശംഖം ദത്മൗ പ്രതാപവാൻ. ആ പ്രതാപവാനായിട്ടുള്ള ഭീഷ്മദേവൻ തന്റെ ശംഖ് വിളിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്? ദിവ്യൗ ശംഖോ പ്രദത്മതു എന്നാണ് പറയുന്നത് അല്ലെ. മാധവ പാണ്ഡവ ശൈവ ദിവ്യൗ ശംഖോ പ്രദത്മതു എന്നാണ് പറയുന്നത്. ആ ശംഖുകൾ സാധാരണ ശംഖുകളല്ല. ശംഖു വിളിച്ചു എന്നല്ല പറഞ്ഞത്. ദിവ്യൗ ശംഖോ പ്രദത്മതു എന്നാണ്. ദിവ്യമായിട്ടുള്ള ശംഖുകളാണ് വിളിച്ചത്. ഭഗവാനും അർജുനനും വിളിച്ചിട്ടുള്ള ശംഖുകൾ സാധാരണമല്ല, ദിവ്യമായിട്ടുള്ള ശംഖുകളാണ്, അതീന്ദ്രിയമായിട്ടുള്ള ശംഖുകളാണ്. അതും ഒരു വിജയ സൂചനയാണ്. പാണ്ഡവരുടെ വിജയ സൂചനയാണ് ദിവ്യമായിട്ടുള്ള ശംഖുകൾ. ഭഗവാനും അർജുനനും വിളിച്ചിട്ടുള്ള ദിവ്യമായിട്ടുള്ള ശംഖുകളും പ്രത്യേകതയുള്ളതാണ്. അത് ഈ ഭൗതിക ലോകത്തിൽ ഉള്ളതല്ല, അത് ഭഗവാന്റെ ലോകത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ദിവ്യവും ശംഖവും ദിവ്യമായിട്ടുള്ള ശംഖ് വിജയത്തിന്റെ സൂചനയാണ്. പിന്നെ ശംഖ് വിളിച്ചു എന്നല്ല പറഞ്ഞത്, ശംഖം ദത്മോ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ദിവ്യോ ശംഖോ പ്രദത്മതു എന്നാണ് പറഞ്ഞത്. പ്രദത്മ വളരെ മനോഹരമായിട്ടാണ് വിളിച്ചിട്ടുള്ളത് അല്ലെ. നേരത്തെ കൗരവപക്ഷത്തുള്ള രാജാക്കന്മാരെല്ലാവരും കൂടി ശംഖൊക്കെ വിളിച്ച സമയത്ത് അവിടെ വലിയ ശബ്ദ കോലാഹലമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് ശംഖ് വിളിച്ച സമയത്ത് മനോഹരമായിട്ടുള്ള ശബ്ദമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ദിവ്യവും ശംഖവും പ്രദത്മതു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പാണ്ഡവപക്ഷം തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള സൂചന, 4 സൂചനകൾ സഞ്ജയൻ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 4 സൂചനകൾ? ഒന്ന്, വെളുത്ത കുതിരകളാണ്. ശ്വേതേർ ഹയേർ യുക്തേ, വെളുത്ത കുതിരകൾ, വെളുത്ത 4 കുതിരകളെ കൂട്ടിയിട്ടുള്ള രഥം. അത് വെളുത്ത കുതിരകള് ഒന്നാമത്തെ സൂചനയാണ്. രണ്ടാമത്തെ സൂചന എന്താണ്? മഹത്തായിട്ടുള്ള അഗ്നിദേവൻ കൊടുത്തിട്ട മഹത്തായിട്ടുള്ള രഥം. അതും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എന്താണ്? മഹതിസ്യന്തനെ സ്ഥിതോ, മഹത്തായിട്ടുള്ള രഥം, മഹതിസ്യന്തനെ സ്ഥിതോ. മൂന്നാമത്തത് ആരാണ്? ഭഗവാൻ തന്നെ, മാധവ അല്ലെ. ലക്ഷ്മി ദേവിയുടെ പതിയായിട്ടുള്ള മാധവൻ, മാധവനാണ് 4ാമത്തെ സൂചന. മൂന്നാമത്തെ സൂചന. 4ാമത്തെ സൂചന എന്താണ്? ദിവ്യമായിട്ടുള്ള ശംഖുകൾ, ദിവ്യമായിട്ടുള്ള ശംഖുകൾ. ദിവ്യവും ശംഖവും പ്രദത്വം, ദിവ്യമായിട്ടുള്ള ശംഖുകളാണ് വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. 4 സൂചനകളുണ്ട്. ഇനി ഒരു വിജയചിഹ്നം കൂടി ഉണ്ട്. അത് ഈ ശ്ലോകത്തിലല്ല പറയുന്നത്, അത് 20ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. 20ാമത്തെ ശ്ലോകത്തിൽ ഒരു വിജയ സൂചന കൂടി സഞ്ജയൻ പറയുന്നുണ്ട്.
20ാമത്തെ ശ്ലോകത്തിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? ഹനുമാൻ. ഹനുമാനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ധാർത്തരാഷ്ട്രാൻ കപിത്വച അത വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിത്വച. കപിത്വജൻ കപിയാണ്, കുരങ്ങന്റെ അടയാളമാണ് അവരുടെ ആ കൊടിയിലുള്ളത്. ആരാണ് ആ കപി എന്ന് പറയുന്നത്? കപി ഹനുമാനാണ് അല്ലെ. ഹനുമാനാണ് കൊടിയടയാളം. അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയമുണ്ടാകും. കാരണം രാമരാവണ യുദ്ധത്തിൽ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം ഹനുമാനായിരുന്നു. അതേ ഹനുമാൻ ഇവിടെ അർജുനന്റെ കൊടിയിലിരിക്കുന്നുണ്ട്. അതും അർജുനന്റെ അല്ലെങ്കിൽ പാണ്ഡവരുടെ വിജയത്തിന്റെ ഒരു സൂചനയാണ്. ഇങ്ങനെ 5 സൂചനകൾ സഞ്ജയൻ പ്രത്യേകം കൊടുക്കുന്നുണ്ട്. ഈ ഒരു ശ്ലോകത്തിൽ 4 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം പ്രത്യേകതയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രത്യേകതയുള്ളത് കൊണ്ട് ഓരോ ശംഖത്തിന്റെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങളിൽ പാണ്ഡവർ വിളിച്ചിട്ടുള്ള ശംഖങ്ങളുടെ പേരുകളാണ് പറയുന്നത്. അത് സാധാരണ ശംഖുകളല്ലാത്തത് കൊണ്ട് ഓരോന്നിന്റെയും പ്രത്യേകതയുണ്ട്. ഓരോന്നിന്റെയും പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. പാഞ്ചജന്യം ഋഷികേശു ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ വൃകോദര. പാഞ്ചജന്യം ഋഷികേശു ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ വൃകോദര. 3 ശംഖുകളുടെ പേരുകൾ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാ നോക്കാം. ആ ശ്ലോകം കൂടി വായിക്കാം. 15ാമത്തെ ശ്ലോകം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കട്ടെ പ്രഭുജി. കുമാരി മാതാജി വായിച്ചു. ശ്ലോകം 15. ഹരേ കൃഷ്ണ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ ബൃഹോദര. വിവർത്തനം. കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖം ഊതി. അർജുനൻ ദേവദത്തവും ദുഷ്കര കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖവും മുഴക്കി. ഭാവാർത്ഥം. കൃഷ്ണൻ കൃഷികേശൻ എന്ന് അറിയപ്പെടുന്നു. സർവേന്ദ്രിയങ്ങളുടെയും ഉടമ എന്നാണ് കൃഷികേശൻ എന്ന വാക്കിനർത്ഥം. ജീവജാലങ്ങളെല്ലാം കൃഷ്ണ ഭഗവാന്റെ അംശങ്ങളത്രേ. അതുകൊണ്ട് അവയുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഇന്ദ്രിയ അംശങ്ങൾ തന്നെ. അവ്യക്തിഗതവാദികൾക്ക് ജീവജാലങ്ങളുടെ ഇന്ദ്രിയത്വം വിശദീകരിക്കാനാവില്ല. അതുകൊണ്ട് അവർ ഏത് ജീവിക്കും ഇന്ദ്രിയ രാഹിത്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ ജീവിയുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാനാണ് അവയുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. എന്നാൽ അതത് ജീവന്റെ സ്വാത്മാർപ്പണ ബോധത്തിന് അനുയോജ്യമായ വിധത്തിലെ അദ്ദേഹം നയിക്കൂ. ഒരു ശുദ്ധഭക്തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നു. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ അർജുനന്റെ ദിവ്യമായ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം നയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ഋഷികേശപദം. ഭഗവാന് തന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യങ്ങളായ വിവിധ നാമധേയങ്ങളുണ്ട്. മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദൻ എന്ന പേര് വന്നു. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുകയാൽ ഗോവിന്ദനെന്നും വസുദേവപുത്രനാകയാൽ വാസുദേവനെന്നും വാസുദേവനുമായി. അദ്ദേഹം ദേവകിയെ അമ്മയെ സ്വീകരിച്ചതുകൊണ്ട് ദേവകി നന്ദനൻ. വൃന്ദാവനത്തിൽ വെച്ച് ബാല്യകാല കേളികളാൽ യശോദയെ ആനന്ദിപ്പിച്ചതുകൊണ്ട് യശോദനന്ദനൻ. സുഹൃത്തായ അർജുനന്റെ തേർ തെളിയിച്ചതുകൊണ്ട് പാർത്ഥസാരഥി. ഇങ്ങനെ പോകുന്നു തിരുനാമങ്ങൾ. കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനന് നിർദ്ദേശങ്ങൾ നൽകിയതിനാൽ ഭഗവാന് ഋഷികേശൻ എന്ന പേരും കിട്ടി. നാനാവിധ യജ്ഞങ്ങൾക്ക് ആവശ്യമായ ധനം തന്റെ ജ്യേഷ്ഠന് വേണ്ടി നേടിക്കൊടുത്തു എന്നതിനാലാണ് ഇവിടെ പ്രയുക്തമായ ധനഞ്ജയ നാമം അർജുനന് ശ്രദ്ധിച്ചത്. വീരശാലികൾക്ക് മാത്രം സാധിക്കാവുന്ന കിടിംബിവധം പോലുള്ള ധീരകൃത്യങ്ങൾ ചെയ്യാനും വളരെ കൂടുതൽ ഭക്ഷിക്കാനും കഴിവുണ്ടായിരുന്നത് കൊണ്ട് ബൃഹോദരൻ എന്ന പേര് ഭീമന് ലഭിച്ചു. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുതൽക്ക് പാണ്ഡവപക്ഷത്തിലുള്ള മഹാവ്യക്തികൾ മുഴക്കിയ സവിശേഷതകളാർന്ന ശംഖങ്ങളെല്ലാം സമരോത്സുകരായ യോദ്ധാക്കൾക്ക് ധൈര്യം പകർന്നു എന്ന സൂചന. മറുഭാഗത്താകട്ടെ അത്തരം സവിശേഷ മേന്മകളൊന്നുമില്ല. വിശ്വനേതാവായ കൃഷ്ണന്റെ സാന്നിധ്യവുമില്ല. ഐശ്വര്യദേവതയുമില്ല. അവർക്ക് തോൽവി നിശ്ചിതമാണെന്നതാണ് ഈ ശംഖനാദങ്ങളുടെ സന്ദേശം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. താങ്ക് യു കൃഷ്ണകുമാരി മാധുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ആ ശംഖങ്ങളുടെ ദിവ്യവും ശംഖു എന്നും സഞ്ജയൻ പറഞ്ഞു. ദിവ്യമായിട്ടുള്ള ശംഖങ്ങളാണെന്ന് പറയുക മാത്രമല്ല, ആ ദിവ്യമായിട്ടുള്ള ശംഖുകളുടെ പേരുകൾ സഞ്ജയൻ എടുത്തു പറയുകയും ചെയ്തു. കാരണം അത് വളരെയധികം മംഗളകരമാണ്. അതിന്റെ പേര് കേൾക്കുന്നത് തന്നെ വളരെ മംഗളകരമാണ്. അതുകൊണ്ട് ആ പേരുകൾ ഇവിടെ സഞ്ജയൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. പാഞ്ചജന്യം എന്നാണ് ഭഗവാന്റെ ശംഖിന്റെ പേര്. അല്ലെ, അത് കിട്ടിയ കഥയൊക്കെ നമ്മൾക്കറിയാം അല്ലെ. അദ്ദേഹത്തിനോട് സാന്ദീപനി മഹർഷി ഗുരുദക്ഷിണ ചോദിച്ച സമയത്ത് മകന്റെ ജീവൻ തിരിച്ചു തരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മകനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ സമുദ്രത്തിലേക്ക് അന്വേഷിച്ചു പോയി. ആ സമയത്താണ് പഞ്ചജനൻ എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസനെ, ശംഖിന്റെ ഒരു ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന രാക്ഷസനെ വധിച്ചത്. അങ്ങനെ രാക്ഷസൻ ഒളിച്ചിരുന്ന ശംഖ് പഞ്ചജനൻ ഒളിച്ചിരുന്ന ശംഖായതുകൊണ്ടാണ് പഞ്ചജനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശംഖ് പാഞ്ചജന്യം എന്നുള്ള പേര് ഭഗവാന്റെ ശംഖത്തിന് വന്നിട്ടുള്ളത്. ഭഗവാന്റെ ശംഖ് സ്ഥിരമായിട്ട് പാഞ്ചജന്യം തന്നെയാണ്. അത് ആത്മീയ ലോകത്തിൽ നിന്നും വൈകുണ്ഠ ലോകത്തിൽ നിന്നും ഭഗവാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരു ലീലയിലൂടെ ആ ശംഖം തിരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പാഞ്ചജന്യം എപ്പോഴും ഭഗവാന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യം എന്ന് തന്നെയാണ്. പാഞ്ചജന്യം ഋഷികേശോ. ഇവിടെ ഋഷികേശൻ എന്ന് ഭഗവാനെ പറയാനുള്ള കാരണം ശ്രീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഋഷീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം. ഋഷീകം അല്ലെ, ഋഷീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഋഷികേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഭഗവാൻ തന്നെ മുന്നോട്ട് നയിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുനൻ. അർജുനന്റെ ഇന്ദ്രിയങ്ങളെ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പോകുന്നത് ഭഗവാനാണ്. അർജുനൻ എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മാറ്റി, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, കരിഷ്യേ വചനം തവ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും അർജുനൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് ഒരു ശുദ്ധഭക്തന്റെ ധർമ്മം അല്ലെങ്കിൽ ശുദ്ധഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നത് അനുസരിച്ചാണ് ഭക്തൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ മുഴുവനായിട്ടും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, മറ്റ് ഇന്ദ്രിയങ്ങൾ, ഇതിനെയൊക്കെ ഭഗവാൻ ശുദ്ധീകരിക്കും. ഭഗവാൻ അതിനെ നേരായിട്ടുള്ള വഴിയിൽ നയിക്കും. അവർക്ക് നേരായിട്ടുള്ള ബുദ്ധി ലഭിക്കും. അവർക്ക് വലിയ ഉയർച്ച ഉണ്ടാകും. അവരൊരിക്കലും പരാജിതരാകുന്നില്ല. അവരൊരിക്കലും ഭൗതിക ലോകത്തിന്റെ ദോഷങ്ങൾ കൊണ്ട് നശിച്ചു പോകുന്നില്ല. കാരണം അവരുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സംരക്ഷിച്ച് നിലനിർത്തും. അതിന്റെ നിയന്ത്രണം ഭഗവാൻ തന്നെ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും തോറ്റുപോകുന്നില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നില്ല. കാരണം ഋഷികേശനായിട്ട് ആരുണ്ട്? അവരുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അവരെ മുന്നോട്ട് നയിക്കാൻ ആരുണ്ട്? ഭഗവാനുണ്ട് അല്ലെ. ഭഗവാൻ അർജുനന്റെ തേര് തെളിക്കുന്നത് പോലെ അതിന്റെ കുതിരകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അതിനെ വേണ്ട വിധത്തിൽ മുന്നോട്ട് നയിക്കുന്നത് പോലെ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പ്രത്യേകം പേര് പറയുന്നത് ഋഷികേശൻ. അർജുനനെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തി ഋഷികേശൻ. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. ദേവദത്തം എന്നാണ് അർജുനന്റെ ശംഖിന്റെ പേര്. ആ ശംഖ് ഇവിടെ ഭൗതിക ലോകത്ത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തത് മയദാനവനാണ് അല്ലെ. മയദാനവൻ ദേവദത്തം എന്നുള്ള ശംഖ് അർജുനന് ആ കാണ്ഡവ വനം നശിപ്പിച്ചതിന് ശേഷം അർജുനന് കൊടുക്കുകയാണ് ഉണ്ടായത്. ദേവദത്തം. ധനഞ്ജയൻ എന്ന് പറയുന്നത് അർജുനന്റെ പേരാണ്. അർജുനൻ രാജസൂയ യാഗം നടത്തുന്നതിന് വേണ്ടി യുധിഷ്ഠിര മഹാരാജാവിന് ആവശ്യമായിട്ടുള്ള ധനം മുഴുവൻ സ്വരൂപിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മരുത്ത രാജാവ് ഉപേക്ഷിച്ചു പോയ ധനം മുഴുവൻ അദ്ദേഹം ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരയിൽ പോയി സ്വരൂപിച്ച് കൊണ്ടുവന്നു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ധനഞ്ജയൻ എന്നുള്ള പേര് ലഭിച്ചു. ധനത്തെ ജയിച്ചവൻ, ധനം നേടിയവൻ
സമ്പത്ത് സമാഹരിച്ചവൻ എന്നൊക്കെയാണ് ധനഞ്ജയൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് അർജുനൻ എന്ന് തന്നെയാണ് പറയുന്നത്. ദേവദത്തം ധനഞ്ജയ. അർജുനന്റെ ശംഖ് ദേവദത്തമാണ്. ദേവദത്തം ധനഞ്ജയ. പൗണ്ഡ്രം ദത്മോ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. ഭീമന്റെ ശംഖിന്റെ പേര് പൗണ്ഡ്രമാണെന്ന് പറയുന്നത്. പൗണ്ഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വരകളുള്ളത് എന്നാണ് അർത്ഥം പറയുന്നത്. ഒരുപാട് വരകൾ അതിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഭംഗിയുള്ള വരകളായിരിക്കും. അപ്പോൾ ആ പൗണ്ഡ്രം എന്നുള്ള ശംഖ്, ധാരാളം വരകളുള്ള ആ ശംഖന്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. മഹാശംഖം, അത് വളരെ വലിയ ശംഖമാണ്. അത് ഭീമന് മാത്രമേ പൊക്കാൻ സാധിക്കുള്ളൂ. അത്രയും വലിയ ശംഖമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മഹാശംഖം എന്ന് പറഞ്ഞിട്ടില്ല. മറ്റുള്ള ശംഖുകൾക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല, മഹാശംഖം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വലിയ ശംഖാണ്. ഭീമന്റെ കയ്യിലിരിക്കുന്ന ശംഖ് മഹാശംഖമാണ്. ഭീമകർമ്മ മൃഗോദര. ഇവിടെ ഭീമന്റെ പേരായിട്ട് എന്താണ് പറയുന്നത്? മൃഗോദരൻ എന്നാണ് പറയുന്നത്. ഭീമനെ പറയുന്നത് ഭീമകർമ്മ. ഒരുപാട് വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഹിഡിംബീവകം പോലെയുള്ള വലിയ വലിയ അസുരന്മാരൊക്കെ കൊല്ലാൻ സാധിക്കും ഭീമന്. അതേപോലെ വനവാസ സമയത്ത് പാണ്ഡവരെ മുഴുവൻ തോളിലേറ്റി നടന്നിരുന്നത് ഭീമസേനായിരുന്നു. വലിയ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. ആനകളെയൊക്കെ യുദ്ധത്തിൽ അദ്ദേഹം ചുഴറ്റി എറിയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭീമകർമ്മം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് വൃക്കോദരൻ. വൃക്കോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെന്നായയാണ്. ചെന്നായ. ആ ചെന്നായയുടെ വയറ് പോലെ തന്നെയാണ് ഭീമന്റെയും വയറ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വൃക്കോദരൻ എന്ന് പറയുന്നത്. ചെന്നായയുടെ വയറ് എപ്പോഴും അങ്ങനെ ഉള്ളിലോട്ട് ഒട്ടിയിട്ടായിരിക്കും. അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന വയറല്ല ചെന്നായയുടെ. അത് എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ വയറെങ്ങനെയായിരിക്കും? ഉള്ളിലേക്ക് ഒട്ടിയിട്ടുള്ള വയറായിരിക്കും. അപ്പൊ ഭീമനും അതേപോലെ വയറ് പുറത്തേക്ക് തള്ളിയിട്ടുള്ള ആളല്ല. ഭീമനും എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നല്ല ആ ഷേപ്പുള്ള വയറുള്ള ആളാണ്. എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും. പക്ഷെ അങ്ങനെ കുമ്പയുള്ള ആളല്ല, വയറ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആളല്ല. ആ ഭീമന്റെ വയറ് ഉള്ളോട്ട് അങ്ങനെ ഒട്ടിയിരിക്കുന്ന വയറാണ്. അതുകൊണ്ടാണ് വൃക്കോദരൻ എന്ന് ഭീമസേനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അവര് പ്രത്യേകം ശംഖുകളൊക്കെ വിളിച്ചു. ഭഗവാനെ കുറിച്ച് പറഞ്ഞു, ആ രഥത്തിനെ കുറിച്ച് പറഞ്ഞു, തേരിനെ കുറിച്ച് പറഞ്ഞു, ആ തേരിനെ പൂട്ടിയിട്ടുള്ള വെളുത്ത കുതിരകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതെല്ലാം ആ പാണ്ഡവപക്ഷത്തുള്ള പ്രത്യേകതകളാണ്, ഐശ്വര്യ ചിഹ്നങ്ങളാണ് എന്ന് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്. മറ്റുള്ള സൈന്യത്തിൽ, ആ കൗരവരുടെ സൈന്യത്തിൽ ഇങ്ങനെയുള്ള പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ ദുര്യോധന ഇതൊന്നും കാണാനുള്ള കാഴ്ചയുണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മീയമായിട്ടൊന്നും കണ്ടില്ല. അദ്ദേഹം സൈനികരുടെ എണ്ണത്തിൽ മാത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് അദ്ദേഹം നോക്കിയത്. അല്ലെ, എണ്ണം നോക്കി. എണ്ണവും വണ്ണവും ഒക്കെ നമ്മുടെ സൈന്യത്തിനാണ് കൂടുതൽ. അപര്യാപ്തം തദസ്മാകം വനം ഭീഷ്മാഭിരക്ഷിതം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും ആത്മീയ ശക്തി, ഭഗവാന്റെ സാന്നിധ്യം, ഇതൊന്നും അദ്ദേഹം കണ്ടില്ല. അദ്ദേഹം ആത്മീയമായിട്ട് ധൃതരാഷ്ട്രനെ പോലെ തന്നെ അന്ധനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും തുടർന്ന് സഞ്ജയൻ പാണ്ഡവർ വിളിച്ചിട്ടുള്ള ദിവ്യമായിട്ടുള്ള മറ്റു ശംഖുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം.